ഓരോ ദിവസത്തെയും വാർത്തകൾ കേൾക്കുമ്പോൾ നാം തന്നെ നമ്മുടെ ശവക്കുഴികൾ തോണ്ടുന്ന കാലത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് തോന്നുന്നു. നമ്മുടെ കുട്ടികളിപ്പോൾ സ്വന്തം മാതാപിതാക്കളെയും അധ്യാപകരെയും സുഹൃത്തുക്കളെയും ഒക്കെ എന്തും വിളിച്ചു പറഞ്ഞ് അധിക്ഷേപിക്കാനും ക്രൂരമായിട്ട് കൊന്നൊടുക്കാനുള്ള കരുത്ത് നേടിയിരിക്കുന്നു എന്നതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പോക്ക് ഇനി എവിടെ ചെന്ന് അവസാനിക്കും? പുതിയ തലമുറയിൽ ഒരു വിഭാഗത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ കാഴ്ചപ്പാടിൻ്റെ ഔട്ട്കമാണല്ലോ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ മാറേണ്ടത് എന്താണ്? കാഴ്ചകളാണ്, കേൾവികളാണ്, സുലഭമായി കിട്ടുന്ന സൗകര്യങ്ങളാണ്. അവിടെ മാറ്റം തുടങ്ങേണ്ടത് കുട്ടികളിൽ നിന്ന് മുതിർന്നവരിലേക്കല്ല, മുകളിൽ നിന്ന് താഴേക്കാണ്. കൊലപാതകങ്ങളും തൂക്കും ചോരയും വാശിയും വൈരാഗ്യവും പ്രതികാരവും തെളിവ് നശിപ്പിക്കാനുള്ള തന്ത്രങ്ങളും എല്ലാം കണ്ട് വളരുന്ന കുട്ടികൾക്ക് സഹാനുഭൂതിയോ അല്ലെങ്കിൽ അനുകമ്പയോ ഒക്കെ വെറും ഒരു പഴഞ്ചനായിട്ട് തോന്നിപ്പോവാണ്. ഇപ്പം ഞാനീ പറയുന്ന ഉപദേശങ്ങളോടൊക്കെ അവർക്കൊരു തരം പുച്ഛമാണ്. സിനിമയും സോഷ്യൽ മീഡിയയും ഒന്നും ആരെയും ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിയുന്നവരും വിമർശിക്കുന്നവരും ഇതുകൊണ്ട് ലാഭമുണ്ടാക്കുന്നവർ മാത്രമാണ്, അല്ലെങ്കിൽ അവരുടെ അനുയായികളാണ്. എന്താണ് നമ്മൾ ചെയ്യുക? ഒറ്റയടിക്ക് ഒരു പരിഹാരമില്ല. അവനവൻ്റെ മക്കളുടെ പോക്കിൽ ഓരോ വീട്ടിലും ശ്രദ്ധയുണ്ടായിരിക്കുക, അതാണ് പ്രധാനം. മക്കൾ കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും എന്താണെന്ന് മാതാപിതാക്കൾ അറിഞ്ഞേ മതിയാവും. മക്കൾക്ക് മാതാപിതാക്കൾ ഒരു റോൾ മോഡലായിട്ട് നമ്മൾ തന്നെ മാറിയേ പറ്റൂ. അവനവനിലേക്ക് മാത്രം ഉൾവലിയാതെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയാനും ഇടപെടാനുമുള്ള മനസ്സ് നമുക്കുണ്ടായേ പറ്റൂ.